അതായത് സുവിശേഷ വിരോധികൾ വടിവാളുമായി കുന്തവുമായി കൊടിയൊക്കെ പിടിച്ച് കയറി വരുമ്പോൾ ചീത്തയും പിടിച്ച് തേരി വരുമ്പോൾ അറിയാം നമ്മളെ തകർക്കാൻ വരുന്നതാണ്. പക്ഷേ ഇതേ പുസ്തകം തന്നെ കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രവചനമാണെന്നും പറഞ്ഞ് വെളിപ്പാടാണെന്നും പറഞ്ഞ് വ്യാജ ഉപദേശങ്ങളെല്ലാം പറഞ്ഞ് ജനങ്ങളെ പിന്തിരിപ്പിച്ചു കൊണ്ടുകയും നശിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ആഘാതം നിങ്ങളിൽ എത്ര പേര് തിരിച്ചറിഞ്ഞിട്ടുണ്ട്? വേറിട്ട ചിന്തകളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ ഈ എപ്പിസോഡ് അതിപ്രധാനമായ ചില കാര്യങ്ങൾ വിശ്വാസികളുടെയും ദൈവദാസന്മാരുടെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നാം എല്ലാവരും മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമോ ഇല്ലയോ അതിൻ്റെ അന്വേഷണത്തിലും അതിനെക്കുറിച്ചുള്ള ആവലാതിയിലും ആണുള്ളത്. എന്നാൽ നാം ഓരോരുത്തരും ആയിരിക്കുന്ന ആത്മീയ ലോകത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു നിമിഷമൊന്ന് ചിന്തിപ്പാൻ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ? മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് അന്ത്യനാളുകളെക്കുറിച്ചൊരു സൂചന കൊടുക്കുമ്പോൾ ആ വാക്കുകൾ ശ്രദ്ധിച്ച ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, ഗുരു, നിന്റെ വരവിനും ലോക അവസാനത്തിനും എന്താണ് അടയാളമെന്ന്. യേശു അവിടെ ചില കാര്യങ്ങളെ മുൻകൂട്ടി ജനങ്ങളെ അറിയിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാകും, ക്ഷാമമുണ്ടാകും, യുദ്ധമുണ്ടാകും, രാജ്യങ്ങളോട് എതിർക്കും. അനേക കാര്യങ്ങൾ യേശു അതിൻ്റെ സൂചനയായി വെളിപ്പെടുത്തുമ്പോൾ അതിൻ്റെ പ്രാരംഭമായി പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങളെ ആരും തെറ്റിച്ച് കളയാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക. നോക്കിക്കേ, യേശു ആദ്യം പറയുന്നത് ആരും നിങ്ങളെ തെറ്റിച്ച് കളയാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞാൽ ദുരുപദേശങ്ങളുടെ അതിപ്രസരമുണ്ടാകും. ആദ്യം കൊടുക്കുന്ന സൂചന അതാണ്. രണ്ടാമത് പറയുന്നതാണ് കള്ളപ്രവാചകന്മാരും ആകാത്ത വേലക്കാരും ഒക്കെ. ഞാനൊന്ന് ചോദിക്കട്ടെ, ആത്മാക്കളെ നേടുവാൻ വെമ്പൽ കൊള്ളുന്ന സുവിശേഷകരോട് ഞാൻ ചോദിക്കട്ടെ, ട്രാക്റ്റ് വിതരണത്തിലൂടെയോ വ്യക്തിപരമായ സുവിശേഷീകരണത്തിലൂടെയോ അല്ല കൺവെൻഷൻ, പരസ്യയോഗങ്ങൾ, ക്രൂസേഡുകൾ എന്നിത്യാദി മാധ്യമങ്ങളിലൂടെയോ ആത്മാക്കളെ നേടുവാൻ വെമ്പൽ കൊള്ളുന്നവർ ഒരു നിമിഷം ചിന്തിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെയും അധ്വാനത്തിൻ്റെയും പ്രവർത്തനങ്ങളുടെയും എല്ലാം പരിണിത ഫലമായി നിങ്ങൾ നേടിയ ആത്മാക്കളെ ദുരുപദേശകർ പിടിച്ചുകൊണ്ടു പോകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടോ? വേദപുസ്തകത്തിലെ ഏതെങ്കിലും ഒരു വാക്യം വായിച്ച് ഒരു ഉപദേശം സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്നവർ, ഞാൻ ഓർത്തുപോയി, ഈ യാക്കോബിൻ്റെ ലേഖനത്തിൽ അതിലെ 2-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ അബ്രഹാമിനെ കുറിച്ചൊരു കാര്യം പറയുന്നുണ്ട്. അവൻ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്നൊരു പേര് അവന് ലഭിച്ചു. ആർക്ക്? അബ്രഹാമിന് ലഭിച്ചു. അപ്പോൾ ഈ വാക്യം വായിക്കുന്ന ഒരു യഹൂദ വിശ്വാസി അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായ യഹൂദൻ താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ പിതാക്കന്മാരുടെ പിതാവായിരുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ മുത്തശ്ശനായിരുന്ന അബ്രഹാമിൻ്റെ കൂട്ടുകാരനായ യഹോവേ, നിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തെറ്റുണ്ടോ? അല്ല, ഈ ഒറ്റവാക്യമെടുത്ത് യേശു ദൈവമല്ലെന്നും യേശു നമ്മുടെ സഹോദരനാണെന്നും യേശു അമ്മാവനാണെന്നും അളിയനാണെന്നും അങ്ങനെയൊക്കെ തെളിയിക്കുന്ന ഒരു വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. അത് ഈ SPJ മിനിസ്ട്രിക്കാരുടെ വാദഗതിയെ അവരുടെ വാക്കുകളിലൂടെ തന്നെ ഞാനത് വെളിപ്പെടുത്തിയ ഒരു യാഥാർത്ഥ്യമാണ്. ആദ്യം പറഞ്ഞ ബന്ധങ്ങളൊക്കെ അവർക്ക് നിഷേധിക്കാൻ കഴിഞ്ഞിട്ടില്ല. മാനിൻ്റെ കുട്ടി ഒരു മാനാണ്, ആനയുടെ കുട്ടി ഒരു ആനയാണ്, ആടിനുണ്ടാകുന്ന ഒരു കുട്ടി ആടാണ്, മനുഷ്യനുണ്ടാകുന്ന ഒരു കുട്ടി മനുഷ്യനാണ്. അതുകൊണ്ട് ദൈവത്തിനൊരു മകൻ ജനിച്ചാൽ അത് ദൈവമാണ് എന്നൊക്കെ പഠിപ്പിക്കുന്ന ഏതോ ഒരു വാക്യമെടുത്ത് വ്യാഖ്യാനിച്ച് പഠിപ്പിച്ച് ദൈവത്തിൻ്റെ വേലയിലായിരിക്കുന്നവർ വഴിതെറ്റിച്ചു കൊണ്ടുപോയി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം സ്വീകരിച്ചവരെ വീണ്ടും കൊണ്ടുപോയി സ്നാനപ്പെടുത്തുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് അതിന് വേദനയുണ്ടായിട്ടുണ്ട്?
എന്താ വിഷയമെന്ന് ചോദിച്ചാൽ, ഉപദേശങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ ബൈബിൾ പഠിക്കുന്നതിന് പകരം ബൈബിളിനെക്കുറിച്ചുള്ള മറ്റു പുസ്തകങ്ങൾ പഠിക്കുവാൻ, യേശു എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പഠിക്കുന്നതിനേക്കാൾ ചരിത്രകാരന്മാരും പണ്ഡിതന്മാരും എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള അന്വേഷണത്തിൻ്റെ ഫലമായി കൈനിറയെ ഡിഗ്രികൾ വാരിക്കൂട്ടി വന്ന്, ഞാനാരെ വിമർശിക്കുന്നതല്ല, ഒരു വലിയ വേദനയോടുകൂടി ഒരു യാഥാർത്ഥ്യം നിങ്ങളെ ഗ്രഹിപ്പിക്കാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞല്ലോ, നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്താണെന്ന് ചോദിച്ചപ്പോൾ യേശു ആദ്യം പറയുന്നത്, നിങ്ങളെ ആരും വഴി തെറ്റിപ്പാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. ദുരുപദേശങ്ങൾക്കാണ് ആദ്യം പ്രാധാന്യം കൊടുത്തുകൊണ്ടും അതാണ് ഏറ്റവും അപകടകരമായ ഒരു പ്രതിരോധം, അല്ലെങ്കിൽ നിങ്ങളെ തകർക്കുവാൻ വരുന്ന ഒരു ശക്തി എന്ന നിലയിൽ തന്നെയല്ലേ യേശു അതിനെ അവതരിപ്പിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ആഴമൊന്ന് കേൾക്കണം. ഞങ്ങൾ പ്രസംഗിച്ച ഈ സുവിശേഷത്തിന് വിരോധമായി സ്വർഗത്തിൽ നിന്ന് ദൂതനാകട്ടെ ഇറങ്ങി വന്ന് പറഞ്ഞാൽ പോലും, അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഒന്ന്, താൻ പറഞ്ഞ സുവിശേഷത്തിന്മേൽ തനിക്കുള്ള ഒരു വലിയ നിശ്ചയദാർഢ്യമാണ് അതിലൊരു പ്രകടമാകുന്നത്. രണ്ട്, ഈ ദൂതന്മാർ പോലും തെറ്റിപ്പോകാൻ സാധ്യതയുണ്ടെന്ന്. അതിൻ്റെ പരിണതഫലമായിട്ടുള്ള ലൂസിഫേറിൻ്റെ വീഴ്ചയും ലൂസിഫേറിൻ്റെ അനുഗാമികളായി പോകുന്ന ദൂതന്മാരുടെയും, അതായത് യൂദയുടെ ലേഖനത്തിൽ പറയുന്ന വീണുപോയ ദൂതന്മാരെന്നൊക്കെ പറയുന്നതാണല്ലോ. അപ്പോൾ ദൂതന്മാരെ പോലും വീഴ്ത്തിക്കളയാൻ സാധ്യതയുള്ള ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നതെന്ന് ഗ്രഹിക്കുമ്പോഴാണ് ദൈവദാസന്മാരെ ഈ ദുരുപദേശത്തിൻ്റെ അതിപ്രസരത്തിൻ്റെ ആഘാതം എന്താണെന്ന് നിങ്ങൾ ഗ്രഹിക്കുന്നത്. വലിയ ചരിത്രം പ്രസംഗിച്ചും വലിയ പാണ്ഡിത്യം പ്രസംഗിച്ചും വലിയ സാഹിത്യ വാക്കുകൾ അണപൊട്ടി ഒഴുകുന്നത് പോലെ അതരങ്ങളിൽ നിന്ന് പുറപ്പെടുവിക്കുന്നതും കർണരസമാകുമാറ് കാര്യങ്ങൾ അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലത് തന്നെ, അതിനൊന്നും ഞാൻ എതിരില്ല. പക്ഷേ നിങ്ങൾ വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഞാൻ ഈ വേറിട്ട ചിന്തകൾ എന്നുള്ള ചാനൽ തുടങ്ങിയതിന് ശേഷമാണ് നമ്മുടെ മലയാളികളുടെ ഇടയിൽ പോലും പ്രചരിക്കുന്ന ദുരുപദേശങ്ങൾ എന്തെല്ലാമാണെന്ന് ഞാൻ ഗ്രഹിക്കുന്നത്. ഇന്ന് കേരളത്തിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നതും അനുയായികളെ സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നതും, അതിനകത്ത് ഏറ്റവും ഖേദകരമായ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, പെന്തക്കോസ്ത് സഭകളിൽ നിന്നുമാണ് കൂടുതൽ ആളുകളെ ദുരുപദേശക്കാർ പിടിച്ചുകൊണ്ടു പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ദുരുപദേശ കൂട്ടായ്മകൾ കേരളത്തിൽ പ്രബലമാകുന്നതിനെക്കുറിച്ച് ഇന്ന് പല വേദപണ്ഡിതന്മാരും പ്രസംഗികരും അജ്ഞരാണ്. അതാണ് വലിയൊരു ദുഃഖ യാഥാർത്ഥ്യം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്? ഞാനത് ചോദിക്കട്ടെ. ഒരു ആത്മാവിനെ നമ്മൾ നേടാൻ പോകുന്നത് വലുതാണ്. കാരണം ഒരു ലോകത്തേക്കാൾ വലുതാണ് ഒരു ആത്മാവിൻ്റെ വില. പക്ഷേ സത്യം ഗ്രഹിച്ച് ആത്മാവിന് സത്യത്തിലും വചനപ്രകാരം ദൈവത്തെ ആരാധിച്ച് നിലകൊള്ളുന്ന വ്യക്തികളെ മറ്റു ചില ഒറ്റപ്പെട്ട വാക്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് വേദനയില്ലെന്നാണ് എൻ്റെ ചോദ്യം. എൻ്റെ ഈ ശുശ്രൂഷയെ നിർത്താനായി എന്നോട് ഒത്തിരി ആഹ്വാനപ്പെട്ടിട്ടുള്ളത് മറ്റാരുമല്ല, പെന്തക്കോസ്തുകാരാണ്. വളരെ വേദനയോട് കൂടി ഞാൻ പറയും, എന്നോട് നേരിട്ടും പറഞ്ഞ് ഫോൺ ചെയ്തും പറഞ്ഞു, നിങ്ങൾക്കിത് നിർത്തിക്കൂടെ എന്ന്. ഞാൻ അതിൽ നിന്നൊരു യാഥാർത്ഥ്യം ഗ്രഹിച്ചു. അത് ഞാൻ പബ്ലിക്കിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വളരെ ലളിതമായ വിധത്തിൽ ചില കാര്യങ്ങൾ പറയാനാണ്. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ കർത്താവ് എന്നോട് വന്ന് സംസാരിച്ചു എന്നൊന്നും പറയാൻ ഞാൻ തയ്യാറല്ല. കഴിഞ്ഞ രാത്രിയിൽ കർത്താവ് എൻ്റെ റൂമിൽ വന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്നൊന്നും പറയാൻ ഞാൻ തയ്യാറല്ല. അങ്ങനെ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ നല്ലത് തന്നെ, പ്രചരിപ്പിച്ചോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുമില്ല, ഞാനങ്ങനെ കേട്ടിട്ടുമില്ല. പക്ഷേ എൻ്റെ കയ്യിൽ ലഭ്യമായിരിക്കുന്ന 66 പുസ്തകങ്ങൾ അടങ്ങിയ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും വായിച്ച് ആത്മാവിൽ ഞാൻ ഗ്രഹിച്ച, ആത്മാവിൽ എന്ന് പറയാൻ കാരണമുണ്ട്, ഒരു പുസ്തകങ്ങളൊന്നും വായിച്ച് ആരുടെയും പാണ്ഡിത്യ കുത്തിക്കുറിപ്പുകൾ എന്തെന്ന് ചികഞ്ഞന്വേഷിച്ച് അതിൽ നിന്ന് തരം തിരിച്ചെടുത്ത് അവതരിപ്പിക്കുന്ന ഒരു കാര്യവും എൻ്റെ പക്ഷത്തില്ല. വിശുദ്ധ വേദപുസ്തകം പ്രാർത്ഥനയോടുകൂടി വായിക്കുമ്പോൾ ദൈവം പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ അത് നിങ്ങളുടെ മുമ്പിൽ വരച്ച് കാണിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യേശു എന്ന് പറയുന്ന ഒരു വ്യക്തി ജീവിച്ചിരുന്നിട്ടില്ല എന്നും അത് വെറും വ്യാജക്കഥയാണെന്നും അല്ല, ജനിച്ചു ജീവിച്ചു എന്നുള്ളത് ശരി തന്നെ.
കേവലം ഒരു മനുഷ്യനായിരുന്നു, സാധാരണ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാൾ എന്ന നിലയിൽ എന്നിത്യാദി വിഷയങ്ങളിലൂടെ യേശുവിനെ അവതരിപ്പിക്കുന്ന യുക്തിവാദികളും നിരീശ്വരവാദികളും. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമമുണ്ടല്ലേ? പക്ഷെ നിങ്ങൾ ഒരു നിമിഷം ചിന്തിച്ചിട്ടുണ്ടോ, അതിനേക്കാൾ ഘോരമായ ആഘാതമേറിയ ഒരു അപകടകരമായ പ്രസ്താവനയാണ് യേശുവിൻ്റെ ദൈവത്വം നിഷേധിക്കുക എന്നുള്ളത്. അതാ ഞാൻ ആദ്യം പറഞ്ഞ ഒറ്റപ്പെട്ട വാക്യങ്ങളൊക്കെ എടുത്താൽ അതൊക്കെ പറയാൻ പറ്റും. ഞങ്ങളുടെ വല്യപ്പൻ്റെ സ്നേഹിതനായിരുന്ന യഹോവ എന്ന് വിളിച്ചാൽ തെറ്റൊന്നുമില്ല. കാരണം അബ്രാഹാമിൻ്റെ സ്നേഹിതനായിരുന്നു ദൈവം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹിതനായിരുന്നു അബ്രാഹാം എന്ന് പറയുമ്പോൾ അവർ കൂട്ടുകാരാണ്. അപ്പോൾ അവരുടെ കൊച്ചുമക്കൾക്ക് ധൈര്യമായിട്ട് പറയാം, ഞങ്ങളുടെ മുതുമുത്തച്ഛൻ്റെ കൂട്ടുകാരനായ യഹോവ എന്ന് വിളിച്ചാൽ ആർക്കും തിരുത്താനൊന്നും പറ്റിയല്ല. അതിന് വാക്യം എടുത്ത് കാണിക്കും. വേദപഠിതാക്കളോട് ഞാൻ വളരെ സ്നേഹത്തോടു കൂടി പറയുകയാണ്, അപകടകരമായ ഈ ആത്മീയ ലോകത്തിൻ്റെ ഗതിയെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആത്മീയ ലോകത്തെ തകർക്കുവാൻ പിശാച് കണ്ടുപിടിച്ചിരിക്കുന്ന ഏറ്റവും ഉപയുക്തമായതും പ്രകടശക്തി ഏറിയതുമായ ഒരു ആയുധമുണ്ട്. നിങ്ങളുടെ ദേശത്ത് നിങ്ങളൊരു സുവിശേഷ മഹായോഗം ക്രമീകരിക്കുന്നു. ലക്ഷ്യം ആത്മാക്കളെ നേടുക. എന്നാൽ ഇതിൻ്റെ പരസ്യ പ്രചരണങ്ങൾ തുടങ്ങിയപ്പോൾ സുവിശേഷ വിരോധികൾ അതിന് മുന്നിലിറങ്ങി അത് നടത്താതിരിക്കുവാനായി അവിടെ പ്രശ്നങ്ങളുണ്ടാക്കുന്നു. ആ യോഗം നടക്കാതെ പോയി. എന്നാൽ ഞാനത് പറയാം, പിന്നത്തേതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സമയത്ത് അവിടെ ഒരു യോഗം നടത്താം. പക്ഷേ അത് സുവിശേഷ വിരോധികൾ എന്നുള്ള, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ജനങ്ങൾ എന്നുള്ള പേരോടുകൂടി വരുമ്പോഴാണ് അത് നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാകത്തുള്ളൂ. എന്നാൽ ഇതേ വചനം കയ്യിലെന്തി ദുരുപദേശവും കള്ളപ്രവചനവും നടത്തി ആത്മീയ ലോകത്തെ തകർക്കുവാൻ വരുമ്പോൾ നിങ്ങളിൽ എത്ര പേര് തിരിച്ചറിഞ്ഞിട്ടുണ്ട്? അതായത് സുവിശേഷ വിരോധികൾ വടിവാളുമായി കുന്തവുമായി കൊടിയൊക്കെ പിടിച്ച് കയറി വരുമ്പോൾ, ചീത്തയും പിടിച്ച് തേരി വരുമ്പോൾ അറിയാം നമ്മളെ തകർക്കാൻ വരുന്നതെന്ന്. പക്ഷേ ഇതേ പുസ്തകം തന്നെ കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രവചനമാണെന്നും പറഞ്ഞ്, വെളിപ്പാടാണെന്നും പറഞ്ഞ്, വ്യാജ ഉപദേശങ്ങളെല്ലാം പറഞ്ഞ് ജനങ്ങളെ പിന്തിരിപ്പിച്ചു കൊണ്ടുകയും നശിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ആഘാതം നിങ്ങളിൽ എത്ര പേര് തിരിച്ചറിഞ്ഞിട്ടുണ്ട്? പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ കൃപാവരങ്ങളിലും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രവചനത്തിലും ദർശനത്തിലും ഒക്കെ വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, തമാശ ആണെന്ന് വിചാരിക്കേണ്ട. സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ രേഖാമൂലം തെളിയിക്കാൻ കഴിയത്തില്ല. ഒരു സഭയുടെ ഐക്യതയും അവിടുത്തെ ആത്മീയ ഉണർവും കണ്ടപ്പോൾ ഇതിനെ എങ്ങനെ തകർക്കാൻ കഴിയുമെന്ന് പിശാചു വലിയ പദ്ധതികൾ ആവിഷ്കരിച്ചു. പല പല എതിർപ്പുകൾ സമൂഹത്തിൽ നിന്ന് നേരിട്ടു. അവിടെ എല്ലാവരും പ്രാർത്ഥന കൊണ്ടും അവരുടെ ഐക്യത കൊണ്ടും അവരതിനെ തരണം ചെയ്തു പോന്നു. ഒടുവിൽ പിശാച് മനസ്സിലാക്കി, ഒരുത്തനെ അങ്ങോട്ട് അയക്കുക, ബൈബിളെല്ലാം കൊടുത്ത് പ്രവാചകനാണെന്നും പറഞ്ഞ് അവൻ കയറി വന്ന് ഓരോരുത്തരുടെ തലയിൽ കയ്യും വെച്ച് പ്രാർത്ഥിച്ച് ദൂതും പറഞ്ഞ് സകലമാന വിശ്വാസികളെയും തമ്മിലും വിശ്വാസികളും പാസ്റ്ററും തമ്മിൽ കലഹമുണ്ടാക്കി സഭ അവിടുന്ന് പിരിഞ്ഞു പോയി. നോക്കിക്കേ, എത്ര എളുപ്പമായിരുന്നു അതിൻ്റെ ആ ഒരു പിശാചിൻ്റെ തന്ത്രം. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കര സ്നേഹം. ഇവരെ എങ്ങനെ തകർക്കാമെന്ന് നോക്കിയിട്ട് ഒരു രക്ഷയില്ല. പല അവിഖ്യാതികളെല്ലാം പറഞ്ഞു നോക്കി. അവർ പറഞ്ഞു, അത് വിവാഹം കഴിക്കുന്നതിന് മുമ്പല്ലേ, അത് കുഴപ്പമൊന്നുമില്ല, അത് ഞങ്ങൾ സഹിച്ചോളാം. പലതും പറഞ്ഞു നോക്കി, രക്ഷയില്ല. അവസാനം പിശാചിന് മനസ്സിലായി, ഇനി ഒരു ആയുധം ഒരു പ്രവാചകനാണ്. യവനെ അങ്ങോട്ട് വിട്ടാൽ പരിപാടി ഓപ്പറേഷൻ സക്സസ്. ദൂതമായിട്ട് ചെന്നു, കാലയ്ക്ക് നിമിഷ നേരം കൊണ്ട് കാലയ്ക്ക് കോളം കാലയ്ക്ക് സംഭവം കയ്യിൽ കൊടുത്തിട്ട് ഇറങ്ങിപ്പോന്നു. ഇതിൻ്റെ ആഴമേറിയ ഗൗരവം എന്തെന്ന് ആത്മീയ ലോകം തിരിച്ചറിയുന്നുണ്ടോ? ഞാൻ കഴിഞ്ഞ ദിവസം SVJക്കാരുടെ ഒരു വീഡിയോ കണ്ടു. സത്യത്തിൽ എനിക്ക് സഹതാപവും ചിരിയും തോന്നി. മനുഷ്യൻ്റെ മക്കൾ മനുഷ്യരല്ലേ? ഒരു മാൻ പ്രസവിച്ചാൽ മാൻകുട്ടിയല്ലേ? ആടിൻ്റെ കുട്ടി ആടല്ലേ? അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ മകൻ ദൈവമാ. പക്ഷേ സർവശക്തനായ ദൈവമല്ല. എൻ്റെ പിന്നെ വിശുദ്ധ വേദപുസ്തകം അത് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ എന്തിനാണ് ഇതിനൊക്കെ കിടന്ന് ഈ വ്യാഖ്യാനം വയ്ക്കുന്നത്? തെളിയിച്ച് തരാമല്ലോ. തെളിയിച്ചിട്ടുള്ള അനേക വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ യേശു ദൈവത്തിൻ്റെ മകനായതുകൊണ്ട്, അല്ലെങ്കിൽ യേശുവിൻ്റെ പിതാവ് ദൈവമായതുകൊണ്ട് യേശുവിൻ ദൈവം.
അങ്ങനെയെങ്കിൽ കാൺമിൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കും. നമ്മളും ദൈവമക്കളല്ലേ? അപ്പോൾ നമ്മളും ദൈവമല്ലേ? അപ്പോൾ സ്വർഗത്തിൽ മൊത്തം ദൈവങ്ങളെ ഉള്ളോ? കർത്താവ് വന്ന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ മൊത്തം ദൈവങ്ങളാ? എത്ര നല്ല പഠിപ്പിക്കലല്ലേ? ഇതിനകത്തും പെട്ടുപോകുന്നത് പെന്തക്കോസ്റ്റുകാരാണെന്ന് തിരിച്ചറിഞ്ഞാൽ പാസ്റ്റർമാരെ, പണ്ഡിതന്മാരെ, നിങ്ങൾക്ക് വേദനയില്ലേ? അതോ നിങ്ങൾക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടി? ഈ സ്ഥാനാർത്ഥിമാർക്കേ വോട്ട് ചെയ്യുന്നത് വരെ വോട്ടർമാരെ ആവശ്യമുള്ളൂ. വോട്ട് ചെയ്ത് അവരുടെ കാര്യം സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ നീക്കെതിരെ പോയാലും എനിക്ക് കുഴപ്പമില്ലെന്നുള്ള മനോഭാവമാണോ ആത്മീയ ലോകം വെച്ച് പുലർത്തുന്നത്? ഞാൻ വേദനയോട് കൂടി ചോദിക്കാൻ കാരണം, എൻ്റെ ഈ വേറിട്ട ചിന്തകളെന്നുള്ള ഈ ചാനലിലെ ശുശ്രൂഷ നിർത്താൻ എന്നോട് ആവശ്യപ്പെടുന്നത് മറ്റാരുമല്ല, പെന്തക്കോസ്തുകാരാ. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ മൈത്രേയൻ്റെ വിഡ്ഢിത്തരത്തെ ഖണ്ഡിച്ചുകൊണ്ടൊരു വീഡിയോ ഇട്ടപ്പോൾ ഒരാളെ അടുത്ത് കമൻ്റ് ഇട്ടിരിക്കുക. നിങ്ങളൊന്നും നോക്കിയാൽ മൈത്രേയനെ നിങ്ങളെപ്പോലെ ആക്കണം, നിങ്ങളെ മൈത്രേയെ പോലെ ആക്കണം എന്നൊക്കെ. വെറുതെ എന്തിനാ ടൈം വേസ്റ്റ് ആക്കുന്നതെന്ന്. അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ കുഴപ്പമില്ല, കാരണം അദ്ദേഹം വലിയ പണ്ഡിതനാണ്, അദ്ദേഹത്തിനെല്ലാം അറിയാം. പക്ഷേ ഇതെന്താണെന്ന് അറിയില്ലാത്ത ചില പാപപ്പിടിച്ച വിശ്വാസികളുണ്ടേ. അന്യമതങ്ങളിൽ നിന്നും അന്യവിശ്വാസങ്ങളിൽ നിന്നും അന്യ ആരാധനകൾ വിട്ട് സത്യ ഉപദേശത്തിലേക്ക് വന്നപ്പോൾ, ഒറ്റയ്ക്ക് കടന്നു വന്നപ്പോൾ അവരുടെ ഭവനത്തിൽ ശേഷിക്കുന്നവർ അവരുടെ വിശ്വാസത്തെ ഹനിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള യുക്തിവാദികളുടെയും യുക്തി ചിന്താഗതിക്കാരുടെയും വീഡിയോകൾ എടുത്തിട്ട് അവർക്കിട്ട് അടിക്കുമ്പോൾ പാവങ്ങൾക്ക് മറുപടി കൊടുക്കാൻ കഴിയാതെ വിഷമിക്കുന്നത് കണ്ടിട്ടാണ് ഇത്തരത്തിലുള്ള പൊള്ളത്തരങ്ങളൊക്കെ എന്താണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ചെയ്യുന്നത്. ഇത് പണ്ഡിതന്മാരായ നിങ്ങൾക്കിത് പ്രയോജനം ചെയ്തില്ലെങ്കിലും പാവങ്ങളായ ദൈവജനത്തിനിത് ഗുണം ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇത് അങ്ങനെ ആർക്കെങ്കിലും വിഷമമുണ്ടെങ്കിൽ ആ വിഷമമൊക്കെ മാറ്റി വെച്ചാൽ ഈ ശുശ്രൂഷ അത് അങ്ങനെ തുടർന്നുകൊള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്നത്, കർത്താവായ ക്രിസ്തു എന്ന രക്ഷകൻ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. വളരെ ശ്രദ്ധിച്ചു വായിച്ചാൽ യേശു ദൈവമല്ല എന്ന് പഠിപ്പിക്കുന്നവരുടെ പിന്നിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തി, അല്ല യേശു ദൈവമാണ്, സർവശക്തനായ ദൈവമല്ല എന്ന് പഠിപ്പിക്കുന്നവരുടെ പിന്നിൽ വ്യാപരിക്കുന്ന ആ വലിയ പൈശാചിക ശക്തിയും അതിൻ്റെ നിഗൂഢമായ ലക്ഷ്യവും എന്താണെന്ന് തരംതിരിച്ച് ഗ്രഹിക്കാൻ കഴിയും. ശ്രോതാക്കളോട് ഞാൻ ഒന്ന് ചോദിക്കട്ടെ, കർത്താവായ ക്രിസ്തു എന്ന രക്ഷകൻ എന്ന് പറഞ്ഞാൽ സേവിയർ മീൻസ് യേശു. അപ്പോൾ യേശു ജനിച്ചു എന്ന് പറയുമ്പോൾ എൻ്റെ ചോദ്യം, ജനിച്ചത് കർത്താവാണോ, ജനിച്ചത് ക്രിസ്തുവാണോ, ജനിച്ചത് യേശുവാണോ? നിങ്ങൾക്ക് എന്തു തോന്നുന്നു? എന്നാൽ മത്തായി സുവിശേഷത്തിൽ യേശുവിൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ ക്രിസ്തു എവിടെ ജനിച്ചു എന്ന് ചോദിച്ചു വരുന്നുണ്ട്. അതിൻ്റെ കാരണം, പ്രവാചക പുസ്തകങ്ങളിൽ വായിച്ചിട്ട് അവരോട് വാഗ്ദത്തം ചെയ്ത അഭിഷിക്തനെ, ക്രിസ്തുവിനെ, മശിഹയെ അവർ കാത്തിരിക്കുക. അതുകൊണ്ട് അവർ മുൻകൂട്ടി പറഞ്ഞു. അത് മനസ്സിലാക്കാൻ ഒരു കാര്യം പറയാം. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ പെസഹയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്നത്, ആബീബ് മാസം 10-ാം തീയതി ഒരു ആടിനെ പിടിച്ചു കെട്ടണം. 14-ാം തീയതി സന്ധ്യാസമയം വരെ അതിനെ കെട്ടിയിട്ടിട്ട് 14-ാം തീയതി സന്ധ്യാസമയത്ത് അതിനെ അറുക്കണം. വളരെ ശ്രദ്ധിച്ച് കെട്ടെങ്കിൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ഉദാഹരണം, 10 ആടുകൾ നിന്ന് തൊഴുത്തിൽ നിന്ന് ഒരാടിനെ 10-ാം തീയതി പിടിച്ചു കെട്ടി. ബാക്കി 9 ആടുകൾ അതേ തൊഴുത്തിൽ തന്നെ ശേഷിക്കുന്നു. ഈ മാറ്റിക്കെട്ടിയിരിക്കുന്ന ആടിനെ അവർ പറയാണ് ഇത് ബലിയാടാണ്. കാരണം അതിന് ബലി അർപ്പിക്കാൻ പോകുക. ആ തൊഴുത്തിൽ ശേഷിക്കുന്ന 9 ആടുകളിൽ നിന്നും ഈ മാറ്റിക്കെട്ടപ്പെട്ട ആടിൻ്റെ പ്രത്യേകത അത് ബലിയാടാണ്. എന്തോന്നാ വിളിച്ചേ? ബലിയാട്. പക്ഷെ അത് ബലിയായോ? ബലിയാകുന്നത് 14-ാം തീയതി അല്ലേ? പക്ഷെ 14-ാം തീയതിയാണ് ബലിയാകുന്നത് എങ്കിൽ പോലും 10-ാം തീയതി മുതൽ 14-ാം തീയതി വരെ അതിനെ ബലിയാടെന്ന് വിളിക്കുന്നത് തെറ്റില്ല. ബലിയായതുകൊണ്ടല്ല, ബലിയാകപ്പെടുവാൻ നിയോഗിക്കപ്പെട്ട ഒരാടായതുകൊണ്ട്. മനസ്സിലായല്ലോ?
അത് തിരുവചനത്തിലൂടെ ഒന്നും കൂടി തെളിയിച്ച് പറയാം. ലോകസ്ഥാപനത്തിന് മുൻപേ അറുക്കപ്പെട്ട കുഞ്ഞാട് വായിച്ചിട്ടുള്ള വെളിപ്പാട് പുസ്തകത്തിൽ. ലോകമുണ്ടാകും മുൻപേ എവിടെയാണ് അറുക്കപ്പെട്ടത്? അറുക്കപ്പെട്ടത് ഇന്നേക്ക് 2000 വർഷം മുമ്പല്ലേ. അതിൻ്റെ അർത്ഥം അന്ന് അറുക്കപ്പെട്ടിട്ടല്ല, അന്ന് അറക്കപ്പെടുവാനായി നിയുക്തമായി മാറ്റി നിർത്തിയത്. ഇത് തന്നെയാണ് 2-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്. ധാരാളം തെളിവുകൾ തരുന്നത് നിങ്ങൾക്ക് ഈ വചനഭാഗം വ്യക്തമായി പഠിക്കുവാൻ വേണ്ടിയാണ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ അഭിമുഖീകരിക്കപ്പെടുന്ന ദൈവദാസന്മാർക്കും ദൈവജനത്തിനും ദുരുപദേശ പ്രചാരകരുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ചില അറിവുകളാണ് വേദവചനത്തിലൂടെ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. 2-ാം സങ്കീർത്തനത്തിൽ പറയാണ്, ഞാൻ എൻ്റെ രാജാവിന് സിയോനിൽ വാഴിച്ചിരിക്കുന്നു. ദാവീദിൻ്റെ കാലത്ത് അങ്ങനെ ഈ പറയപ്പെടുന്ന 2-ാം സങ്കീർത്തനത്തിൽ പറയുന്ന രാജാവിനെ വാഴിച്ചായിരുന്നു. ഇരുമ്പ് കോൽ കൊണ്ട് അവരെ മേയ്ക്കുന്ന ഒരു രാജാവിനെ വാഴിച്ചായിരുന്നു? ഇല്ല. അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം അത് വാഴിക്കപ്പെടുവാൻ പോകുന്ന ഒരു രാജാവിനെ നിയുക്ത രാജാവായി മാറ്റി നിർത്തിയിരിക്കുന്നു. അതിനാണ് അഭിഷേകം ചെയ്ത് മാറ്റി നിർത്തുക എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വിദ്വാൻമാർ വന്ന് ക്രിസ്തു എവിടെ ജനിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഓൾറെഡി ക്രിസ്തു ആയതുകൊണ്ടല്ല. എപ്പോഴാണ് യേശു ക്രിസ്തു എന്നുള്ള പദവിയിലേക്ക് ഉയർത്തപ്പെട്ടതെന്ന് എൻ്റെ പല വീഡിയോകളിൽ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും പുതിയ ശ്രോതാക്കൾക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടി വിശദീകരിച്ച് തെളിവുകളോടുകൂടി നിങ്ങളുടെ മുമ്പിൽ വയ്ക്കും. ഇപ്പോൾ ഇവിടെ പറയുന്നത് കർത്താവായ ക്രിസ്തു എന്ന രക്ഷകൻ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ജനിച്ചത് കർത്താവല്ല, കർത്താവിന് ജനനമില്ല. കർത്താവ് ജനിച്ചിരുന്നുവെങ്കിൽ ക്രൂശിൽ മരിച്ചപ്പോൾ കർത്താവും മരിച്ചു. പക്ഷേ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ 36-ാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ, പത്രോസ് യഹൂദന്മാരെ നോക്കി പറയുകയാണ്, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ അവൻ കർത്താവും ക്രിസ്തുവുമായി ഉയർത്തി. എത്രയോ വ്യക്തമാണ്. കൊന്നത് യേശുവിനെയാണ്, കാരണം യേശുവാണ് ജനിച്ചത്. അതിനുശേഷം ഉയർത്തിയപ്പോൾ അവൻ ക്രിസ്തുവും കർത്താവുമായിട്ട് ആ 2 പദവികളോട് കൂടിയാണ് ഉയർത്തപ്പെട്ടത്. ഇതിലൊരു പദവി, അതായത് ക്രിസ്തു എന്നുള്ള പദവി, ലോകസ്ഥാപനത്തിന് മുൻപേ അത് നിയോഗിക്കപ്പെട്ട ഒരു പദവിയാണ്. എന്ന് പറഞ്ഞാൽ അതിനൊരു ആരംഭമുണ്ട്. എന്നാൽ കർത്താവ് എന്ന് പറയുന്ന പദവിക്ക് ആരംഭവുമില്ല അവസാനവുമില്ല. ചെറിയൊരു ഇടവേള വന്നു. ആ ഇടവേളയാണ് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുമ്പോൾ അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ മനുഷ്യവേഷത്തിൽ പോന്നു. അപ്പോൾ മറിയമിനോട് ജനിച്ച് ക്രൂശിൽ മരിക്കുന്നത് വരെയുള്ള കാലഘട്ടം ഒരു ചെറിയ ഇടവേളയെടുത്തു. ശ്രദ്ധിക്കുക, യേശുവിന് ജനനമുണ്ട്, യേശു മരിച്ചു. ക്രിസ്തുവിനൊരു ആരംഭമുണ്ട്, ക്രിസ്തു എന്നുള്ള പദവിക്ക് ഒരു അവസാനവുമുണ്ട്. അതൊക്കെ വെളിപ്പാട് പുസ്തകത്തിൽ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ കർത്താവ് എന്നുള്ള പദവിക്ക് ആരംഭവുമില്ല അവസാനവുമില്ല. പക്ഷെ ഇടയ്ക്കൊരു ഗ്യാപ്പ് വന്നു. ആ ഗ്യാപ്പ് വന്ന വർഷങ്ങളാണ് യേശു എന്നുള്ള പേരിൽ ഭൂമിയിൽ ജീവിച്ചത്. എത്ര വ്യക്തമാ? ഇനി ഇതിനകത്ത് വളരെ ഗൗരവമേറിയൊരു കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. റോമർക്കെഴുതിയ ലേഖനം അതിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ ഞാനത് വായിച്ച് കേൾപ്പിക്കാം. യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. എത്ര വ്യക്തമായിട്ടാണ് മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അവൻ ചെയ്യേണ്ടത് എന്താണെന്ന് ഇവിടെ കുറിക്കപ്പെട്ടിരിക്കുന്നത്. 1 ഏറ്റുപറയണം, 2 ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. രക്ഷയ്ക്ക് വേണ്ടിയുള്ള അതിപ്രധാനമായ 2 കാര്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് ആത്മാവിൽ വെളിപ്പെടുത്തുന്നത് വളരെ ശ്രദ്ധിക്കുക. 1 ഏറ്റുപറയണം. എന്തോന്ന് ഏറ്റുപറയണം? യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയണം. നിങ്ങൾ ക്രൂശിച്ച യേശു അവൻ തന്നെയായിരുന്നു, മശിഹ എന്നല്ല, മറിച്ച് ഇത് 2ഉം കഴിഞ്ഞിട്ട് 3-മതൊന്ന് അവനെ കർത്താവെന്ന് ഏറ്റുപറയണം. അതെന്താണ് അതിൻ്റെ വ്യത്യാസം? യഹൂദന്മാരെ നിഷേധിച്ചു കൊണ്ടിരുന്നേ അവൻ്റെ മശിഹ എന്നുള്ള പദവി, ക്രിസ്തു എന്നുള്ള പദവിയാണല്ലോ അവർ നിഷേധിച്ചത്. ഇവൻ യേശുവാണെന്ന് ഞങ്ങൾ സമ്മതിക്കാം, പക്ഷെ അവൻ ക്രിസ്തുവാണെന്ന് ഞങ്ങൾ സമ്മതിക്കത്തില്ല. അവൻ മശിഹയാണെന്ന് ഞങ്ങൾ സമ്മതിക്കത്തില്ല. എന്നാൽ ഇത് 2ഉം കഴിഞ്ഞിട്ട് മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി എന്ന് പറയുക,
അവനെ കർത്താവെന്ന് ഏറ്റുപറയണം. ഇവിടെയാണ് യഹൂദന്മാരോട് പറഞ്ഞ സുവിശേഷവും അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സുവിശേഷവും സകല ജാതികൾക്കുമുള്ള രക്ഷയുടെ സുവിശേഷം എന്താണെന്ന് തരം തിരിച്ച് പഠിച്ചാൽ SVJക്കാരൊക്കെ അവരുടെ കളവും പിടിച്ചുകൊണ്ട് പോകും. വേണ്ടതുപോലെ പഠിച്ചാൽ പിന്നെ തലമണ്ടയിലേക്ക് കയറുന്നില്ല എന്നുള്ളൊരു വിഷയമാണ് തടസ്സമായിട്ട് നിൽക്കുന്നത്. യേശു ക്രൂശിൽ മരിക്കുന്നതിന് മുൻപ് യഹൂദന്മാരുടെ മുന്നിൽ ചെന്നിട്ട് അവൻ കർത്താവാണെന്ന് സുവിശേഷിക്കാൻ ആരോടും പറഞ്ഞിട്ടില്ല. അവൻ ക്രിസ്തുവാണെന്ന് പറയാനേ പറഞ്ഞുള്ളൂ. ശിഷ്യന്മാരുമായിട്ട് കൂടി നിൽക്കുമ്പോൾ യേശു ചോദിച്ചത് നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നെന്ന് ചോദിച്ചപ്പോൾ പത്രോസ് പറഞ്ഞു, നീ കർത്താവെന്നല്ലോ പറഞ്ഞേ. അല്ല, അവൻ ക്രിസ്തുവാണെന്നാണ് പറഞ്ഞത്. നോക്കിക്ക് എത്ര വ്യക്തമാണെന്ന്. കഴിഞ്ഞ ദിവസം നമ്മുടെ SVJക്കാർ പറയുകയാണ്, യേശു മരിക്കുന്നതിന് മുമ്പ് ഒരു സുവിശേഷം പ്രസംഗിച്ചു. ആ സുവിശേഷം പ്രസംഗിക്കാനാണ് എന്നെ പിതാവ് വിട്ടിരിക്കുന്നത്. എനിക്ക് വളരെ സഹതാപം തോന്നിയത് കേട്ടിട്ട്. യേശു മരിക്കുന്നതിന് മുമ്പ് എന്ത് സുവിശേഷമാണ്? അഥവാ ഒരുവൻ ആ കാലത്ത് വന്നെന്നിരിക്കട്ടെ, ശരി, നിങ്ങൾ പറഞ്ഞ സുവിശേഷം വിശ്വസിച്ച് ഞാൻ വരികയാണ്, രക്ഷയുടെ സുവിശേഷം. രക്ഷകൾ വഴി തുറന്നോ? ഈ പറയപ്പെടുന്ന ഞാനോ അല്ലെങ്കിൽ പറഞ്ഞ ഈ SVJക്കാരനോ ആകട്ടെ അക്കാലത്ത് സുവിശേഷം കേട്ടിട്ട് ചെന്നു. ഞങ്ങളാരും യഹൂദന്മാരല്ല. അവിടെ ചെന്നു അവർ പറഞ്ഞ സുവിശേഷം കേട്ടു. ശരി, ഇപ്പം തന്നെ ഞങ്ങൾ രക്ഷയ്ക്കേണ്ടി വരാം. സ്നാനപ്പെടുത്താൻ പറ്റുമോ? കാരണം അവൻ്റെ മരണത്തോട് അനുരൂപമാകാനാണ് സ്നാനപ്പെടുന്നത്. ഈ യേശു മരിക്കുന്നതിന് മുൻപ് എങ്ങനെയാണ് മരണത്തോട് ഏകീഭവിക്കുന്നത്? എന്തൊക്കെ പഠിപ്പിക്കലായി പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത്. പോട്ടെ, ഗൗരവത്തിലേക്ക് വരട്ടെ. അപ്പോൾ ഇവിടെ ഒന്ന് ഏറ്റു പറയണം, അവനെ കർത്താവെന്ന് ഏറ്റു പറയണം. അവനാണ് കർത്താവെന്ന്. എന്തോ കർത്താവെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം? കർത്തൃത്വം നടത്തുന്നവൻ, പരമാധികാരമുള്ളവൻ. അപ്പോൾ യേശു ദൈവമാണ്, സർവശക്തനായ ദൈവമല്ല എന്ന് പറയുമ്പോൾ ഇവന് ലഭിച്ചിരിക്കുന്ന അധികാരം എന്ന് പറയുന്നത് പരമോന്നത അധികാരമാണ് ആ കർത്താവ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ അതങ്ങനെ വെക്കുന്നേ, സർവശക്തനായ ദൈവമല്ലാത്ത ഒരാൾക്ക്, കളക്ടർ അല്ലാത്ത ഒരാൾക്ക് കളക്ടറുടെ പദവി കൊടുക്കുമോ? സഹോദരന്മാരെ, കളക്ടറുടെ പദവി ഉണ്ടെങ്കിൽ അവൻ കളക്ടർ തന്നെയാണ്. അപ്പോൾ കർത്തൃത്വം നടത്താനുള്ള പരമ അധികാരമുണ്ടെങ്കിൽ അവൻ കർത്താവ് തന്നെയാണ്. ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. എന്തോന്നാ വിശ്വസിക്കുന്നത്? അവിടെ പറയുന്നത് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് പറഞ്ഞാൽ അപ്പോസ്തലപ്രവൃത്തി 2:36 ചേർത്തൊന്ന് വായിച്ചേ. നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ അവൻ ക്രിസ്തുവും കർത്താവുമായി ഉയർത്തി. രക്ഷിക്കപ്പെടാൻ എന്നോട് പറയുക, അവർ ക്രൂശിച്ച യേശു തന്നെയാണ് ക്രിസ്തുവെന്നും ആ യേശുവിനെയാണ് അവർ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചതെന്നും അല്ലാതെ വേറൊരാളെ വിട്ടതൊന്നുമല്ല, അവനെ തന്നെയാണ് ഉയർപ്പിച്ചതെന്ന്. അതിൻ്റെ അർത്ഥം നിന്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി യാഗമായി തീർന്നത് അവൻ തന്നെയാണെന്ന് നീ ഹൃദയം കൊണ്ട് വിശ്വസിക്കണമെന്ന്. ആ വാക്യത്തിൻ്റെ അർത്ഥം അതാണ്. എന്നിട്ട് താഴെ പറയുന്നുണ്ട്, നീതിക്കായി വിശ്വസിക്കണം. നീതിക്കായി വിശ്വസിക്കണം. എന്തോന്ന്? യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് വിശ്വസിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഇത് വിശ്വാസമല്ലാത്ത ഏതെങ്കിലും ക്രിസ്ത്യാനിയുണ്ടോ? സകല ക്രിസ്ത്യാനികൾക്കും ഇത് വിശ്വാസമാണ്. ക്രിസ്ത്യാനിക്കായിരിക്കണമേ, ക്രിസ്ത്യാനിയുടെ വീട്ടിൽ ജനിച്ചതുകൊണ്ടൊന്നാകണോ ആവണമെന്നില്ല. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. അതുകൊണ്ടാണല്ലോ ഈ പെസഹ ആചരിക്കുന്നത്. കള്ളും കൊണ്ടാണ് ആഘോഷിക്കുന്നത് എങ്കിൽ പോലും അർത്ഥപത്രമുള്ളല്ലോ. യേശുവിനെ ഉയർപ്പിച്ചു എന്നുള്ളതാണല്ലോ ഈസ്റ്ററൊക്കെ ആഘോഷിക്കുന്നത്. അപ്പോൾ ആ വിശ്വാസം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നീ രക്ഷിക്കപ്പെടണമെങ്കിൽ വായ കൊണ്ട് ഏറ്റു പറയണം. വ്യത്യാസം മനസ്സിലാക്കണേ. വിശ്വാസം എല്ലാവർക്കും ഉണ്ട്. വിശ്വാസം ഉള്ളതുകൊണ്ടാണ് പള്ളിയിൽ പോകുന്നത്. അപ്പോൾ ആ വിശ്വാസം കൊണ്ടൊന്നും കാര്യമായില്ല. അവിടെ ഒരു നീതിയാണ് നിവർത്തിക്കപ്പെട്ട്, എന്നാൽ ക്രൂശിച്ചത് യേശുവിനെ ആട്ടോ, ഞാൻ സമ്മതിച്ചു. അവനെ തന്നെ ആട്ടോ ഉയർത്തിരുന്നിപ്പിച്ച് ഞാൻ സമ്മതിച്ചു. പക്ഷേ നീ രക്ഷിക്കപ്പെടണമെങ്കിൽ അവനെ കർത്താവെന്ന് നീ ഏറ്റു പറയണം വായുകൊണ്ട്. അവിടെയാണ് ബുദ്ധിമുട്ട്. അങ്ങനെ ഏറ്റു പറഞ്ഞാൽ നീ രക്ഷിക്കപ്പെട്ടു. അപ്പോൾ ഇനി ആ രക്ഷയിൽ നിന്ന് ഒരുവനെ പിന്തിരിച്ചുകൊണ്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? യേശു ദൈവമല്ല, കർത്താവല്ലെന്ന് പഠിപ്പിക്കണം. അതാണ് പുതിയ ഈ നൂതന ഉപദേശക്കാരുടെ പിന്നിൽ വ്യാപരിക്കുന്ന ദുഷ്ടശക്തിയുടെ ലക്ഷ്യം. അതാണ് യേശു കർത്താവാണെന്ന് വായുകൊണ്ട് ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെട്ടവനെ യേശു കർത്താവൊന്നുമല്ല, അവൻ ദൈവമൊന്നുമല്ല, അവന് അധികാരമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ്
പിന്തിരിപ്പിച്ചുകൊണ്ട് പോകുമ്പോൾ അവൻ്റെ രക്ഷ അവിടെ ശേഷിക്കുന്നു എന്നാണ് പറയുന്നത്. അവിടെ ഒരു പാർട്ടി പറഞ്ഞല്ലോ, എന്ത് ചെയ്താലും കർത്താവ് വരുമ്പോൾ നീ അത് ചെയ്തുകൊണ്ടിരുന്നാലും നിന്നെ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ പോലെ ഒരു ഉപദേശമായി പോയില്ലേ അത്. എന്നാൽ എന്തുകൊണ്ടാണ് ഞാനിതിനെക്കുറിച്ച് വചനത്തിലൊരു അന്വേഷണം നടത്തി. എന്തുകൊണ്ടാണ് വചനത്തിൽ ഇത്ര വ്യക്തമായി എഴുതി വെച്ചിട്ടും യേശു ദൈവമാണെന്നും അവൻ കർത്താവാണെന്നും കർത്തൃത്വമുള്ളവനാണ് പരമാധികാരമുള്ളവനാണെന്നും അവർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയതിന് വലിയ കാര്യം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ദൈവാത്മാവിനെ ഗ്രഹിപ്പിച്ചൊരു യാഥാർത്ഥ്യം പറയാം. ഇന്ന് നമ്മളുടെ പക്കൽ ബൈബിൾ ഉണ്ടായിട്ടും ബൈബിളിനോടനുബന്ധമായ പുസ്തകങ്ങളുണ്ടായിട്ടും ഇതെല്ലാം വായിച്ചിട്ടും യേശു ദൈവമാണെന്ന് നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ദാവീദുണ്ടല്ലോ, ദാവീദ് സങ്കീർത്തനത്തിൽ പറയുന്നത് മത്തായി 22-ാം അധ്യായത്തിൻ്റെ 43 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ ദാവീദ് അവനെ ആത്മാവിൽ കർത്താവേ എന്ന് വിളിച്ചു. എങ്ങനെ വിളിച്ചേ? പലരുടെയും പുസ്തകം വായിച്ചിട്ടല്ല, ബൈബിൾ കോളേജുകൾ കയറി ഇറങ്ങി ഡിഗ്രി സമ്പാദിച്ചത് കൊണ്ടല്ല, പണ്ഡിതന്മാരുടെ പ്രസംഗം കേട്ടിട്ടല്ല, ബൈബിൾ കോളേജിൽ പോയി പഠിച്ചിട്ടുമല്ല. യേശുവിനെ കർത്താവെന്ന് ദാവീദ് ആത്മാവിൽ വിളിച്ചു. ഇനി പറയട്ടെ ദുരുപദേശക്കാരെ, യേശു ദൈവമല്ല എന്ന് പഠിപ്പിക്കുന്നവരോടൊന്ന് പറയട്ടെ, യേശു കർത്താവാണെന്നും അവന് പരമാധികാരമുള്ളവനാണെന്നും കർത്തൃത്വം നടത്തുന്നവനുമാണെന്ന് നിനക്ക് വെളിപ്പെടണമെങ്കിൽ ആത്മാവ് നിന്നിൽ വേണം. ബൈബിൾ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദാവീദിൻ്റെ കയ്യിൽ ബൈബിളൊന്നുമില്ലായിരുന്നു. മറ്റ് പണ്ഡിതന്മാരുടെ പുസ്തകമൊന്നും ദാവീദിൻ്റെ കയ്യിലായിരുന്നു. പക്ഷെ ദാവീദിലൊരു ആത്മാവുണ്ടായിരുന്നു. ആ ആത്മാവിലാണ് പറഞ്ഞത് യേശു കർത്താവാണെന്ന്. മോശയും അതുപോലെ തന്നെ ഫറവോൻ്റെ കൊട്ടാരത്തിൽ വെച്ച് ക്രിസ്തുവിൻ്റെ നിന്ന ഏറ്റെടുത്തല്ലോ. അതാരുടെയും പ്രസംഗം കേട്ടിട്ടല്ല, ഒരു തിയോളജിയും പഠിച്ചിട്ടല്ല, ആരുടെയും പുസ്തകവും വായിച്ചിട്ടുമല്ല. ദൈവത്തിൻ്റെ ആത്മാവ് തന്നിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ക്രിസ്തുവിനെ ആത്മാവിൽ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഈ യേശു ദൈവമല്ല, പിന്നെ ദൈവമാണ്, കുട്ടി ദൈവമാണ്, സർവശക്തനായ ദൈവമല്ല എന്നൊക്കെ പഠിപ്പിച്ച് യേശുവിൻ്റെ ആ പരമാധികാരത്തെ ഹനിച്ചുകൊണ്ട് പറയുന്നവരോട് അവരുടെ വാക്ക് കേട്ട് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട ശ്രോതാക്കളെ. അവർക്കിത് ഗ്രഹിക്കാനുള്ള ആത്മാവില്ല. മനസ്സിലായല്ലോ? യേശു ആരാണെന്ന് യഥാർത്ഥമായി പഠിക്കണമെങ്കിൽ ആത്മാവ് വേണം. അതില്ലാത്തത് കൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നത്. കർത്താവായ ക്രിസ്തു എന്ന രക്ഷകൻ നിങ്ങൾക്കായി ജനിച്ചിരിക്കുമെന്ന് പറയുമ്പോൾ ഇതിൻ്റെ കർത്താവ് എന്നുള്ള സ്ഥാനം, അതാണ് യേശു യോഹന്നാൻ 17:5 പറയുന്നത്. ലോകമുണ്ടാകും മുൻപ് എനിക്ക് നിൻ്റെ അടുക്കലുണ്ടായിരുന്ന മഹത്വത്തിലേക്ക് എന്നെ മഹത്വപ്പെടുത്തണം. ആ മഹത്വമാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുമ്പോൾ ആ സമത്വം വെച്ചിട്ടുണ്ട് പോകുന്നത്. യോഹന്നാൻ ആത്മാവിൽ ഇത് കാണുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തുതിയും മഹത്വവും ആരാധനയും ബഹുമാനവും എല്ലാം അർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ പിതാവാം ദൈവത്തിന് കൊടുക്കുന്ന അതേ പദവി തന്നെ ആർക്ക് കൊടുക്കുന്നു? അതേ അധികാരം തന്നെ ആർക്ക് കൊടുക്കുന്നു? അതേ ആരാധന തന്നെ ആർക്ക് കൊടുക്കുന്നു? കുഞ്ഞാടിനും കൊടുക്കുന്നു. അല്ല, അങ്ങനെ ഒരു ആരാധന കൊടുക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും ശക്തിയും ബഹുമാനവും ധനവും മഹത്വവും പുകഴ്ചയെല്ലാം കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ SPJ-ക്കാർ പറയുന്നത് പോലെ ദൈവത്തിൻ്റെ മകൻ ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ ഈ പറയപ്പെടുന്ന ഞാനും ഈ ദുരുപദേശം പ്രചരിപ്പിക്കുന്ന അദ്ദേഹവുമൊക്കെ ദൈവമക്കളാണെന്നുള്ള അവകാശപ്പെടുന്നേ. അവരും ആരാ? ദൈവത്തിൻ്റെ മക്കൾ, ദൈവം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കുഞ്ഞാടിന് സ്തുതിയും മഹത്വവും ബഹുമാനമൊക്കെ അർപ്പിക്കും പോലെ തന്നെ നമുക്ക് കിട്ടണ്ടേ? ദൈവത്തിന് മുഖഭാഷമൊന്നുമല്ലല്ലോ. അതായത് SPJ-ക്കാരെ പഠിപ്പിക്കുന്നതനുസരിച്ച് ഒരു പിതാവും കുറേ മക്കളും. അപ്പോൾ ആ അപ്പൻ്റെ മക്കളെല്ലാം ദൈവങ്ങൾ. അതിൽ ഒരു മകനായിരിക്കുന്ന യേശുവിന് സ്തുതിയും മഹത്വവും ബഹുമാനവും എല്ലാം അർപ്പിക്കുന്നുണ്ടെങ്കിൽ എല്ലാ മക്കൾക്കും കിട്ടണമല്ലോ. അങ്ങനെ മക്കൾക്ക് എല്ലാ അവകാശം തുല്യമല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ ആരാധിക്കാൻ ആരാ ഉള്ളത്? ഈ സ്തുതിയും മഹത്വവും ബഹുമാനമൊക്കെ അർപ്പിക്കാൻ ആരാ ഉള്ളത്? കാരണം വരുന്നവരെല്ലാം ദൈവങ്ങളാണ്. എല്ലാവരും സ്തുതികൾക്ക് യോഗ്യനാണ്, എല്ലാവരും ആരാധനയ്ക്ക് യോഗ്യനാണ്. അപ്പം പിന്നെ ഇത് അർപ്പിക്കാൻ അവിടെ ആരാ ഉള്ളത്? എന്തൊക്കെ വിഡ്ഢിത്തരമാണ് പറഞ്ഞ് പഠിപ്പിക്കുന്നത്? വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഈ ആരാധന സിംഹാസനത്തിൽ ഇരിക്കുന്നതിന് കുഞ്ഞാടിനും തുല്യമായി അർപ്പിക്കുന്നു. ഇനി ഈ കുഞ്ഞാട് ആരാണെന്ന് അതിൻ്റെ 21-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ വളരെ വ്യക്തമായി വായിക്കുന്നു. അതിൽ തർക്കമുള്ളവർക്ക് വായിച്ച് സ്പഷ്ടമായി ഗ്രഹിച്ചതിന് ശേഷം പ്രതികരിക്കാം. ഞാൻ വായിച്ച് കേൾപ്പിക്കാം.
ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. എത്ര വ്യക്തമാ! പഴയതെല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്താണെന്ന് ചോദിച്ചില്ലേ? ഇത് രണ്ടും ഒരേ സമയത്ത് നടക്കുന്ന പരിപാടിയാണെന്നൊക്കെ പഠിപ്പിക്കുന്നവരുണ്ട്. എന്നാൽ ഇവിടെ നിന്റെ വരവിനും ലോകാവസാനത്തിനും രണ്ടും രണ്ടാക്കി പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ ഒരു വലിയ ഗ്യാപ്പുണ്ട്. അവിടെ അനേക സംഭവങ്ങൾ നടക്കാനുമുണ്ട്. ഇവിടെ പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന് പറയുമ്പോൾ പഴയത് പോയെന്നുള്ളതിൻ്റെ അർത്ഥം. അതന്നെ 5-ാം വാക്യത്തിൽ പറയുന്നത്, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ അവിടെ തീർന്നു എന്നല്ലേ? ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 3-ാമത്തെ വാക്യം, സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടു, ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം. ഇവിടെ സിംഹാസനത്തിലിരിക്കുന്ന ആരാണെന്ന് ഈ താഴോട്ടുള്ള വാക്യങ്ങൾ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ സിംഹാസനത്തിലിരിക്കുന്നത് ആരാണെന്ന് 7-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അത് പിതാവ് തന്നെയാണ്. അപ്പോൾ കുഞ്ഞാട് അവിടെ മാറി നിൽക്കുക. എന്നാൽ ഇവിടെ കാണുന്ന സിംഹാസനത്തിലിരിക്കുന്നത് കുഞ്ഞാടാണ്. കുഞ്ഞാടിന് വേറെ സിംഹാസനമുണ്ടോ? അതാണ് 45-ാം സങ്കീർത്തനത്തിലും എബ്രായർക്കെഴുതിയ ലേഖനത്തിൻ്റെ 1:8 പറയുന്നത്, പുത്രനോടോ നിന്റെ സിംഹാസനം എന്നേക്കുമുള്ളതെന്ന് പറയുന്നില്ലേ? അത് പുത്രൻ്റെ സിംഹാസനമാണ്. അത് പുത്രൻ്റെ സിംഹാസനം ഏതാണെന്ന് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 11 മുതൽ വായിക്കുമ്പോൾ അവിടെ വെള്ള സിംഹാസനത്തിൽ നിന്ന് ന്യായം വിധിക്കുന്ന ഒരാളുണ്ടല്ലോ, അതാരാ? മത്തായി 5:22 പറയുന്നു, ന്യായവിധി പുത്രനെ ഏൽപ്പിച്ചിരിക്കുക, പിതാവ് ആരെയും ന്യായം വിധിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ന്യായവിധിയുടെ സിംഹാസനത്തിൽ ആരിരിക്കണം? പുത്രൻ തന്നെ ഇരിക്കണം. ആ സിംഹാസനത്തെക്കുറിച്ചാണ് എബ്രായർ 1:8 പറഞ്ഞത്, അത് എന്നേക്കുമുള്ള സിംഹാസനമാണ്. പിന്നെ മനുഷ്യൻ്റെ രക്ഷയുടെ ദൗത്യത്തിന് വേണ്ടി കുറച്ച് നാളത്തേക്ക് ആ സിംഹാസനം വിട്ടുകൊണ്ട് പോകുന്നു. അതാണല്ലോ അപ്പോൾ വലിയ പ്രശ്നം ഉണ്ടായത്. അതുകൊണ്ടാണല്ലോ യേശു ദൈവമല്ലെന്ന് പറഞ്ഞിട്ട് ഈ കൂട്ടരൊക്കെ കിടന്ന് ശടിക്കുന്നത്. അപ്പോൾ ആ സിംഹാസനം എന്നേക്കുള്ളതാണെങ്കിൽ ഒരു ചെറിയ ഗ്യാപ്പ് ഇങ്ങോട്ട് പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ. ആ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ടാണ് യേശു ഇതെല്ലാം പറയുന്നത്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ അത് യേശു തന്നെയാണോ നമുക്ക് തെളിയിക്കാം. ആ 3 വാക്യം താഴോട്ട് വായിക്കുകയാണ്, ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും. അത് ഈ പറയപ്പെടുന്ന മനുഷ്യരെല്ലാം ക്രിസ്തുവിൻ്റെ ജനമായിരിക്കും. അതുകൊണ്ടാണല്ലോ എനിക്ക് തന്ന എൻ്റെ മക്കൾ, പിതാവിനോട് പറയുക, നീ എനിക്ക് തന്ന എൻ്റെ മക്കളെ കാത്തുകൊള്ളണമേ. അപ്പോൾ യേശുവിന് അവകാശമായി ലഭിച്ചത് യേശുവിൻ്റെ ജനമാണ്. അതുതന്നെ അവിടെ പറയുന്നത്, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. ഇത് ആരാ ദൈവം എന്നത് ആരോട്ട് വായിക്കാം. ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു മാറ്റും. പറയുകയാണ് ഇനി 5-ാം വാക്യം, ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല, ഒന്നാമത്തേത് കഴിഞ്ഞു പോയി. അതായത് ആ ലോകാവസാനത്തോടുകൂടി ഒന്നാമത്തെ ലോകം തീർന്നു പോയി. ഇനി പുതിയ ഭൂമി, പുതിയ ആകാശം, രണ്ടാമത്തേലേക്ക് കയറി. ഒന്നാമത്തേത് കഴിഞ്ഞു പോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, ഇതാ ഞാൻ സകലതും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. ഞാൻ, ഇതാരായി ഞാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്? വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് നാം മടങ്ങിച്ചെന്നാൽ ഇവിടെ വെളിപ്പാടുകളെല്ലാം കൊടുക്കുന്നത് യേശുവാണ്. യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടാണത്, പിതാവല്ല കൊടുക്കുന്നത്. ആ യേശു ക്രിസ്തു തന്നെയാണ് 7 സഭകളോട് പറയുന്നത്, ജയിക്കുന്നവന് ഞാൻ അത് അവകാശമായി കൊടുക്കും, അത് കൊടുക്കും എന്നൊക്കെ പറയുന്നത് ഈ യേശു തന്നെയാണ്. ആ യേശു തന്നെ താഴോട്ട് പറയുന്നത് വായിക്കുക, ഞാൻ സകലതും പുതുതാക്കുന്നു എന്നറിഞ്ഞ് ചെയ്ത് എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യമാകുന്നു എന്ന് അവൻ കൽപ്പിച്ചു. അത് യോഹന്നൻ്റെ വാക്കാണ്. പിന്നെയും അവൻ എന്നോട്, ആര്? ഇതുവരെ 1-ാം അധ്യായം മുതൽ ഈ കൽപ്പിക്കുന്നവൻ ആരാണോ അവൻ തന്നെ, 7 സഭകളോട് ദൂത് പറഞ്ഞത് ആരാണോ അവൻ തന്നെ. അവനെന്ന് പറഞ്ഞല്ലോ ഞാൻ അൽഫയും ഒമേഗയുമാണെന്ന്. അവൻ തന്നെയാണെന്ന് തെളിയിക്കാൻ വീണ്ടും അത് എടുത്ത് പറയുന്നുണ്ട്. 6-ാം വാക്യം, പിന്നെയും അവൻ എന്നോട്, സംഭവിച്ചു തീർന്നു, ഞാൻ അൽഫയും ഒമേഗയും ആദ്യവും അന്തവും ആകുന്നു, ദാഹിക്കുന്നവന് ഞാൻ നീരുറവിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞല്ലേ, ദാഹിക്കുന്നവർ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് തരുമെന്ന്. ആ ഞാനെന്ന് പറഞ്ഞാൽ യേശു തന്നെയാണ് ഇവിടെയും ഞാൻ കൊടുക്കുമെന്ന് പറയുന്നത്. ഒരു തെളിവും കൂടി, ശബരിയാസിനോട് പറഞ്ഞില്ലേ ദാഹജലം കൊടുക്കുന്നതും ജീവജലം കൊടുക്കുന്ന കാര്യം പറഞ്ഞല്ലോ. ആ ഞാൻ എന്ന് പറയുന്ന യേശു തന്നെയാണ് ഇവിടെ പറയുന്നത്. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. എന്നിട്ട് ഇനി ശ്രദ്ധിക്കുക, SVJക്കാരും യേശു ദൈവമല്ലെന്ന് പഠിപ്പിക്കുന്നവരെല്ലാം ശ്രദ്ധിക്കുക,
ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ആർക്ക്? ജയിക്കുന്നവന്. ഒന്നുകൂടി പറഞ്ഞാൽ യേശുവിൻ്റെ ജനനമായി വന്നവരിൽ നിന്ന് പറയണം, ജയിക്കുന്നവന് ഞാൻ അവകാശമായി, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായി തീരും. ദൈവത്തിൻ്റെ മകൻ ദൈവം. അപ്പം അങ്ങനെയാണെങ്കിൽ യേശു ദൈവത്തിൻ്റെ മകനായതുകൊണ്ട് യേശുവും ദൈവമാണ്. അപ്പോൾ കാൺമിൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുക എന്ന് പറയുമ്പോൾ ദൈവമക്കളായിരിക്കുന്നത് നമ്മളും ദൈവമാണ് ആണല്ലോ. പക്ഷെ ഇപ്പോൾ ഇവിടെ പറയുന്നു, യേശു പറയുന്നു, ഞാൻ അവർക്ക് ദൈവമായിരിക്കും. ആരെ? ഈ വിശ്വാസികളായി വന്നവർക്ക് യേശു ദൈവം. അവൻ എനിക്ക് മകനായിരിക്കും. ആര്? ജയിക്കുന്നവന്. ഇനി ഒന്ന് ശരിക്കും തലമണ്ടയിലേക്ക് കയറ്റിക്കുക എസ് ജെക്കാരെ. ജയിക്കുന്നവൻ യേശുവിൻ്റെ മകൻ, യേശു ദൈവത്തിൻ്റെ മകൻ. അങ്ങനെയാണെങ്കിൽ ഈ ജയിക്കുന്നവൻ്റെ വല്യപ്പനല്ലേ പിതാവ്, യഹോവ എന്ന് പറയുന്നത്? അല്ല, എനിക്കതങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയ പിതാവിൻ്റെ മകൻ, യഹോവയായ പിതാവിൻ്റെ മകൻ യേശുവെന്ന് ക്രിസ്തു. ജയിക്കുന്ന വിശ്വാസി യേശുവിൻ്റെ മകൻ. അപ്പം അങ്ങനെയാണെങ്കിൽ അപ്പനും മകനും കൊച്ചുമോനും, കൊച്ചുമോനും അപ്പനും വല്യപ്പനും. എന്തൊക്കെ പഠിപ്പിക്കലിന് കേൾക്കേണ്ടി വരും നിങ്ങൾ. ഈ പുതിയ ഭൂമിയിലും പുതിയ ആകാശത്തിലും സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ യേശു തന്നെയാണ്. അവനാണ് കർത്തൃത്വം നടത്തുന്നത്. അവൻ്റെ സിംഹാസനം എന്നേക്കുമുള്ളതാ. ആ എന്നേക്കുമുള്ള സിംഹാസനത്തിലിരുന്ന് അന്ത്യമില്ലാത്ത ഭരണം കാഴ്ചവെക്കുവാൻ, കർത്തൃത്വം നടത്തുവാനുള്ളവനാണ് കർത്താവ്. ആ കർത്താവ് ആരാണെന്ന് വായ് കൊണ്ടേറ്റു പറയണം. യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റു പറയണം. കാര്യങ്ങളൊക്കെ വ്യക്തമായി എന്ന് കരുതുന്നു. ഇനി അതിൻ്റെ ഒരു ദുഃഖാവസ്ഥയും കൂടി പറയാം. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ, എല്ലാ മുഴങ്കാലും അവൻ്റെ മുമ്പിൽ മടങ്ങി എല്ലാ നാവും യേശുവിനെ കർത്താവെന്ന് ഏറ്റു പറയേണ്ടി വരും. ഓരോരോ വാക്യങ്ങൾ ഏറ്റെടുത്ത് അവൻ മനുഷ്യനാണ്, മനുഷ്യപുത്രനാണ്, അവൻ ദൈവത്തിൻ്റെ പുത്രനാണ്, സർവശക്തനായ ദൈവമല്ല എന്തൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ അവസാനം പറയുന്നു, എന്തൊക്കെ പറഞ്ഞാലും അവസാനം ഒരു നിർവാഹവുമില്ല മക്കളെ, യേശുവിനെ കർത്താവെന്ന് പറയേണ്ടി വരും. എത്ര ദുഃഖസ്ഥിതിയാണ് ആ പദപ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് അല്ലേ? പറയേണ്ടി വരും എന്ന് പറഞ്ഞാൽ പറയാതെ നിർവാഹമില്ല എന്ന്. അപ്പോൾ ഞാൻ എൻ്റെ ഈ പഠന ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇത് ഞാൻ പ്രധാനമായും ഈ വീഡിയോ ചെയ്തത് പെന്തക്കോസ്ത് പാസ്റ്റർമാരെ ഉദ്ദേശിച്ച. കാരണം ഈ വചന സഭയിൽ നിങ്ങൾ പഠിപ്പിച്ചില്ല എങ്കിൽ നിങ്ങൾ പിടിച്ചു വെച്ച മീനുകളെ ഇവിടെ ചില കള്ളന്മാർ വന്ന് കൊത്തിപ്പിറക്കിക്കൊണ്ട് പോകും. വചനത്തിലെ ഒറ്റപ്പെട്ട വാക്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഏദൻ തോട്ടത്തിൽ ഹവ്വയുടെ അടുക്കൽ പിശാച് വന്ന് ആശയക്കുഴപ്പത്തിലാക്കി, ഏത് വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്നൊരൊറ്റ ചോദ്യത്തിൻ്റെ മുന്നിൽ ഹവ്വയെ പരിഭ്രാന്തയാക്കി ആശയക്കുഴപ്പത്തിലാക്കിയിട്ട് പാപത്തിലേക്ക് വീഴ്ത്തിക്കളഞ്ഞതുപോലെ യേശു മനുഷ്യനാണെന്നുള്ള ഒറ്റപ്പെട്ട വാക്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ ആശയക്കുഴപ്പത്തിലാക്കി വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന ഈ ദുഃഖ സംഭവത്തിൽ, ഈ വേദനാജനകമായ സംഭവത്തിൽ നിങ്ങൾക്ക് യാതൊരു വേദനയുമില്ലാതെ പോകല്ലേ. അതുകൊണ്ട് വളരെ വിനയത്തോടുകൂടി പറയുന്നു, ഈ വചനഭാഗങ്ങൾ നിങ്ങളുടെ വിശ്വാസികളെ പഠിപ്പിക്കുക. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് കൂടി കാണാം വേറിട്ട ചിന്തയുടെ പുതിയ എപ്പിസോഡുമായി. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.